ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എവിടെ ഞങ്ങളൊക്കെ ഒരു കുറച്ച് പരിപാടികളുണ്ടെന്ന്. എന്തൊക്കെയാണ് സംഭവം കാണിച്ചത്? ഇത് ദേവി എങ്ങനെയുണ്ട്? ഇഡലി എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ദേശം അമ്പലത്തിലെത്തി. രാവിലെ ഇവിടെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചു, അങ്ങനെ ഇറങ്ങിയതാണ്ട. അയ്യോ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. ഈ സമയമായപ്പോ നല്ല തിരക്കുണ്ട്. ദൈവമേ, നല്ല തിരക്കുണ്ട്. ഞങ്ങളിത് അങ്ങനെ വീട്ടിൽ വടക്കുമ്പോഴത്തെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ വന്ന് ജസ്റ്റ് കയറി, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിട്ടോ. അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാണ്. വീട്ടിൽ വന്നു ജസ്റ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങാം കേട്ടോ അടുത്ത സ്ഥലത്തേക്ക്. പിന്നെ ഇന്നിപ്പോ ഞങ്ങള് ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാൻ വന്നേക്കണം കേട്ടോ, കോതമംഗലത്തെ. ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ നമ്മുടെ കോതമംഗലത്ത് സിനമൺ സ്റ്റിക്ക് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ്. മൾട്ടി കിച്ചൻ റെസ്റ്റോറൻറ്റാണ്. സംഭവം ആംബിയൻസ് കൊള്ളാം, നല്ല രസമാണ്, നല്ല ഫീലുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല. ഇതൊരു ഹോട്ടൽ കം ബാർ അങ്ങനത്തെ സെറ്റപ്പൊക്കെ വേണം. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് മാത്രമായിട്ടാണ്, സെപ്പറേറ്റ് റെസ്റ്റോറൻറ്റ് വേറെയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരുന്നത് മട്ടൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, ഒരു കാശ്മീരി പുലാവ് പറഞ്ഞിട്ടുണ്ട്, ഡ്രാഗൺ ചിക്കൻ, പിന്നെ ഒരു ലെമൺ റൈസ്. ഇത്ര സാധനങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. കാശ്മീരി പുലാവ്, അമ്മ ചിക്കൻ ബിരിയാണി, ദേവിക്ക് വിശന്ന് കുടൽ കത്തി. ഇത് ഡ്രാഗൺ ചിക്കൻ, അമ്മോ കാര്യമായിട്ട് ദേവിക്ക് കാര്യമായിട്ട് അത് കഴിക്കണ എങ്ങനെ? ഫോട്ടോ എടുക്കാണ് ഞാൻ. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറായിരുന്നല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛനും ഭയങ്കര അഭിപ്രായം. എങ്ങനെയുണ്ട് ദേവി? ചോദിക്കല്ലേ അവിടെ ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ഫുഡാണ്. പുറത്തേക്ക് തന്നെ വലിയ റേറ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്. ഒന്ന് ട്രൈ നോക്കട്ടോ. അടുത്താണ് ഞങ്ങൾ വിശാലിലാണ് പോയത്. നമ്മുടെ ഫോട്ടോച്ചിൽ ഇവരുടെ ഒരു കടയുണ്ടെന്ന് റിൻഷോട് പറഞ്ഞിട്ടുണ്ട്. അഫോർഡബിൾ റേറ്റിന് പ്ലാസ്റ്റിക്കിൻ്റെയും ഡ്രസ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാലോ? ചായ കുടിച്ചാലോ? ആ, ഇത് ശബരിമല റൂട്ടല്ലേ? ആ വണ്ടി നോക്കി. അതെടുത്ത് സുഖം നമുക്ക് പോവാം. എന്തത് ഈ മസാല ഉണ്ടാവും? ഗോബി മസാല. അതിനെന്താണ് ഗോബി ആയിരിക്കും അതിനകത്ത്? ഈ മസാല ഗോബി ഗോബി. ഈ ഉടുപ്പി ഹോട്ടൽ വന്നിട്ട് നമ്മുടെ അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിലാണ് വന്നത്. ഞാനൊരു നെയ്റോസ്റ്റ് മാത്രമാണ് കഴിച്ചത്. ഉച്ചക്കാലത്തെ ഫുഡ് നല്ല ഹെവി ആയിട്ട് തോന്നിയായിരുന്നു. നല്ല ഫുഡായിരുന്നു, അഫോർഡബിൾ പ്രൈസ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വർത്തമാനം പറഞ്ഞ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ നല്ല ഈ ഇതുപോലത്തെ ട്രാവലിംഗ് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ്. അവരിന്ന് ടച്ചിന് ഇത് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചപ്പാത്തിയിൽ കുറച്ച് ജാമൊക്കെ പറ്റി, ഹോം മെയ്ഡ് ജാമാണ് അതൊക്കെ പറ്റി ഒരു റോള് കഴിച്ചു കേട്ടോ. ഇതേ ദേവി ഇവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സ് ഞങ്ങൾ അവിടെ നിന്ന് വിശാലിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. നല്ല എന്താ പറയുക, കംഫർട്ടായിട്ട് തോന്നി. അവൾക്ക് നല്ലോണം ചേർന്നായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ട് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു.
ഞങ്ങളൊരു മൂവിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 9 ആയപ്പോൾ ഞാനും അബിയും നിഷാനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ചായയിലുള്ള സിനിമാസ് എന്നാണ് തിയേറ്ററിൻ്റെ പേര്. അവിടെ ചെന്നിട്ടാണ് മൂവി കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അവിടെ പോകണം കേട്ടോ. ഇവിടെ പോപ്കോണിന് ലാർജിന് തന്നെ 150 രൂപ ഉള്ളൂ. ലുലുവിലെ പ്രൈസ് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ മൂവിയൊക്കെ അടിപൊളിയായിട്ട് തോന്നി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ബിസി ഡേ ആയിരുന്നു, മൊത്തത്തിൽ ഓട്ടോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ ചെന്ന് കിടന്നാൽ അപ്പം ബോധം കെടും എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ.